യേശുവിന്റെ വഴിയിലൂടെയുള്ള യാത്ര സുഖകരമായ യാത്രയല്ല, അത് സുഖകരമായ വഴിയുമല്ല. പീഡകൾ നിരവധിയുണ്ടാകും. അത് മനസ്സിലാക്കി വേണം യേശുവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. ഒരു കാര്യം ഉറപ്പു തരികയാണ് കർത്താവ്, നിനക്ക് എന്ത് വേദനകളോ സഹനങ്ങളോ ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. യേശുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സഹനങ്ങള് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സഹന വഴികളിലെ കർത്താവ് താങ്ങായി തണലായിട്ട് ഉണ്ടാകും. നമുക്ക് ഒരു വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാറുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യേണ്ടത്. വേദനകളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊക്കെ വിശ്വാസം ഉണ്ടാകും. എന്നാൽ ഒരു പീഡ വരുമ്പോൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഒരു ദുഃഖങ്ങൾ വരുന്ന സമയത്തും ഞാൻ എൻ്റെ ദൈവത്തെ ആ പഴയ രീതിയിൽ തന്നെ സ്നേഹിക്കാറുണ്ടോ, ആ ദൈവത്തിന്റെ അരികിൽ എത്താറുണ്ടോ എന്ന് ആത്മശോധന ചെയ്യും.